എന്നും ഒരേ തരത്തിൽ ചോറ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആർക്കായാലും ഒരു ഇഷ്ടക്കേടുണ്ടാവും. അപ്പോൾ ചിലപ്പോഴെങ്കിലും നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള റൈസ് റെസിപ്പീസ് ഉണ്ടാക്കാൻ പറ്റും. എൻ്റെ കൂട്ടുകാർക്കെല്ലാം മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. ഇനി ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കി കാണിക്കുന്നത് ഗാർലിക് ക്യാപ്സിക്കം റൈസ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം. അപ്പോൾ നമുക്ക് ഈ സിമ്പിളായിട്ടുള്ള ഗാർലിക് ക്യാപ്സിക്കം റൈസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ സ്പെഷ്യൽ ചോറ് തയ്യാറാക്കാനായിട്ട് നമ്മുടെ അരി ഉണ്ടല്ലോ, അതൊന്ന് കഴുകിയതിന് ശേഷം ഇങ്ങനെ സ്ട്രെയിനറിൽ ഉടൻ തന്നെ എടുത്ത് വെച്ചേക്കണം. അങ്ങനെ ഒരു അരമണിക്കൂർ വെച്ചിരുന്നാൽ മതി. സോക്ക് ചെയ്ത് വെക്കരുത്, അരി പൊടിഞ്ഞു പോകും. അപ്പോൾ ആദ്യമേ നമുക്ക് പാത്രം ഒന്ന് ചൂടാകാൻ വെച്ചിട്ട് നമുക്ക് ബട്ടർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്യണം. ആദ്യം ബട്ടർ ഉരുകുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത വെളുത്തുള്ളി, അത് ധാരാളം ഇടുന്നത് നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ 2-3 പച്ചമുളക്, അതൊന്ന് റോസ്റ്റ് ചെയ്യാം. നമുക്ക് ബട്ടറിനകത്ത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയുമാണ്, കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. ഇങ്ങനെ ഗാർലിക് ഒന്ന് ചെറിയായിട്ട് ബ്രൗൺ കളറാകുന്ന ഉടനെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇടാം. അപ്പോൾ ക്യാപ്സിക്കം ഒരുവിധം ഒന്ന് റോസ്റ്റ് ആവണം. ഇതിൽ ഒരു പൊടി ഉപ്പൂടെ വേണമെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ക്യാപ്സിക്കത്തിനൊക്കെ ചെറുതായിട്ടൊരു ഉപ്പ് രസം കൂടെ അങ്ങ് വരും. നമ്മൾ മുളക് വിട്ടിട്ടുണ്ടല്ലോ, ഇത് ഏകദേശം ഒരു 5 മിനിറ്റോളം ഒന്ന് വഴറ്റണം നമ്മൾ. ക്യാപ്സിക്കം ഇട്ടതിന് ശേഷം അതുപോലെ തന്നെ നമ്മുടെ ഗാർലിക് കരിഞ്ഞു പോകാതെ നോക്കണം. ഇച്ചിരി ബ്രൗൺ കളറായ കുഴപ്പമില്ല, പക്ഷേ കരിഞ്ഞു പോകരുത്. അപ്പോൾ ഈ സമയമാകുമ്പോൾ നമുക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ഇടാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ എണ്ണയ്ക്കകത്ത് ഇതിങ്ങനെ റോസ്റ്റ് ചെയ്യുന്നത് പോലെ ചെയ്യുന്നത് കൊണ്ട് അരി പിന്നീട് കട്ട പിടിക്കത്തില്ല. അതൊന്നുകൂടൊന്ന് ചേരാതെ ഇങ്ങനെ വേറുപെട്ട് കിടന്നോളും. അതൊരു കഷ്ടിച്ച് 1 മിനിറ്റ് നമുക്ക് ഒന്ന് ഇളക്കാം. നെയ്യുണ്ടല്ലോ, നമ്മൾ ഉപയോഗിച്ച ബട്ടർ, അത് എല്ലായിടത്തും ഒന്ന് പിരളാൻ വേണ്ടിയിട്ട് മാത്രം ആ റൈസ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിതിനകത്തേക്ക് വെള്ളം ഒഴിക്കാം. 1 കപ്പ് വെള്ളത്തിന് ഒരു 1.25 കപ്പ് വെള്ളം ഒഴിക്കാവൂ, 2 കപ്പ് ഒഴിക്കരുത്. ഞാനിപ്പോൾ 2 കപ്പ് റൈസാണ് വെച്ചത്. അപ്പോൾ ഞാനൊരു 1.25 ഒരു 3.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. ഇതിനിപ്പോൾ തന്നെ ഒരല്പം ഉപ്പും കൂടി ഇടണം. ഉപ്പിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ 1 ലിറ്റർ വെള്ളത്തിന് 1 ടീസ്പൂണാണ്, അതാണ് കണക്ക്. അതല്ല എങ്കിൽ നമ്മളിങ്ങനെ ഉപ്പിട്ട് നോക്കിയതിന് ശേഷം നമ്മളൊന്ന് ഇളക്കി ആ വെള്ളത്തിനൊരു ചെറിയ ഉപ്പുരസം ഉണ്ടാവണം, എങ്കിൽ ചോറിന് ഉപ്പുണ്ടാവും. അങ്ങനെ നോക്കിയാൽ മതി. കാര്യം എപ്പോഴും നമ്മൾ 1 ലിറ്റർ വെള്ളം ചേർക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. അതിൻ്റെ ഒരു റേറ്റ് ഞാൻ പറഞ്ഞൊന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം. ആദ്യം കുറച്ച് ഒരു 2-3 മിനിറ്റ് നല്ല തീയിൽ വെക്കണം, പിന്നീട് നമുക്ക് തീ കുറയ്ക്കാം. അപ്പോൾ ഇത് ഇടയ്ക്ക് നമ്മളൊന്ന് നോക്കണം, എന്നിട്ട് അതൊന്ന് ഇളക്കിയും കൊടുക്കണം. അല്ലെങ്കിൽ ഈ ക്യാപ്സിക്കം എല്ലാം ഇങ്ങനെ മുകളിൽ മാത്രമായിപ്പോൾ വെള്ളം കുറയുന്നതനുസരിച്ചൊന്ന് ഇളക്കി കൊടുത്താൽ ആ ക്യാപ്സിക്കം ഒക്കെ നന്നായിട്ട് മിക്സ് ആയിക്കോളും റൈസിനുള്ളിലേക്ക്. വെള്ളം ഇങ്ങനെ നികക്കായി കഴിയുമ്പോൾ ഒന്നുകൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം തീ കുറച്ച് വയ്ക്കുക. അപ്പോൾ കറക്റ്റായിട്ട് അത് വെന്ത് കിട്ടും. ഞാൻ തീ കുറയ്ക്കുകയാണ്, എന്നിട്ട് ഇതിനെ അടച്ചു വയ്ക്കാം. അപ്പോൾ റൈസൊക്കെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് തീ ഓഫ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ടൊരല്പം സ്പ്രിംഗ് അണിയൻസ്, അത് അതിൻ്റെ ഗ്രീൻ ഭാഗം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെറൈറ്റി റൈസ് റെഡിയാണ്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വാല്യുബിളായിട്ടുള്ള സജഷൻസും ഫീഡ്ബാക്കും ഒക്കെ കമൻറ്റ്സ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഗാർലിക് ക്യാപ്സിക്കം റൈസ് തയ്യാറാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർ കൂടെ ഷെയർ ചെയ്യുക. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.